ഹലോ, ഞാൻ ഇന്നും ഒരു കോഴിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല നല്ല ഫയോമി, ഗോൾഡൻ ഫയോമി, സിൽവർ ഫയോമി ഇവ കോഴികളെല്ലാം ഉണ്ട്. നല്ല നല്ല കോഴികളാണ്. ഇപ്പം ഞാനൊന്നും ഇത് തിരഞ്ഞിട്ട് കിട്ടാതിരുന്നതാണ്. ഇപ്പോഴാണ് എനിക്ക് കുട്ടികളെ വിരിയിപ്പിച്ചെടുത്ത കുട്ടികളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ വലുതായി വരണുള്ളൂ, ഇത്രയൊക്കെ ഉണ്ട് ഏകദേശം. അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല കോഴികളാണ്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അവർ പറയും. നമ്മളെ സ്ഥലം മലപ്പുറം ജില്ല തിരൂരാണ്. തിരൂർ തലക്കടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഫാത്തിമ സൂറ എന്നാണ് അവരുടെ പേര്. അവരെ കയ്യിലുള്ള കോഴികളാണ്. വേറെയും കുറേ കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് ബോറടിക്കരുത് കേട്ടോ. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല കമൻറ്റൊക്കെ തരിക കേട്ടോ. നമുക്ക് കമൻറ്റൊന്നും ചെയ്യില്ല. നമ്മളൊരു ചെറിയ ചാനലിൻ്റെ ആളുകളാണ്. വലിയ വലിയ നല്ല ഫേമസ് ആയ ചാനലിൽ എല്ലാവരും കയറുള്ളൂ. നമ്മളെ ചാനലിൽ കുറച്ചൊക്കെ ആളുകൾ വരുന്നുണ്ട്. നല്ല ഞാൻ ഒരു കളങ്കമില്ലാത്ത വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരാളെ പറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴികൾ നിങ്ങൾ ചോദിച്ച് വാങ്ങാം. പിന്നെ അത് മാത്രമല്ല, നാടൻ കോഴികളും ഉണ്ട് ഇവരെ കയ്യിൽ, ചോദിച്ചോളൂ. പിന്നെ ഇവരുടെ അടുത്ത് അങ്ങനെ ഓവർ വില ആയിട്ടൊന്നുമില്ല. ഫയോമീൻ്റെ വില ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. നാടൻ കോഴി പോലല്ല, ഇതിന് രോഗം വളരെ കുറവായിരിക്കും. നല്ല മുട്ട കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വാങ്ങി വളർത്തുകയാണെങ്കിൽ ഇങ്ങനത്തേനൊക്കെ വളർത്തിയാൽ നമുക്ക് മുട്ടയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വീട്ടിൽ 4 കോഴി ഉണ്ടെങ്കിൽ. ഇതിൽ പൂവനുണ്ട്, കാണാനും ഭംഗിയുണ്ട്. പിന്നെ താറാവ്, ഫ്ലൈറ്റക്ക്, നാടൻ കോഴി, പിന്നെ പാലക്കാടൻ കോഴി, ഈ വക സാധനങ്ങളും ഉണ്ട്. ഇവരെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോൺ നമ്പർ വിളിക്കരുത്, പരമാവധി വിളി ഒഴിവാക്കിക്കോളെ. ഒരു വീട്ടിൽ തനിച്ചാണ് ഇപ്പോൾ ഉള്ളത്. സമയം വൈകിയാൽ നിങ്ങൾക്ക് വിവരമൊക്കെ തരും അവർ. അപ്പോൾ ഇത് തറയിൽ ബസ്സിന് വരുന്നവരാണെങ്കിൽ, കാരണം ഈ ഏത് ഭാഗത്ത് വരികയായാലും തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ തറയിൽ തന്നെ ഇറങ്ങാം. പിന്നെ കോട്ടയ്ക്ക് വഴി വരുന്നവർക്കും അങ്ങനെ തന്നെയാണ്. വന്നാൽ ഒരിത്തിരിയാണ് നടക്കാനുണ്ട് അവരുടെ വീട്ടിലേക്ക്. നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി. കാരണം പുറത്തേക്കൊക്കെ പോകുന്ന ആളുകളാവുമല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വളർത്താൻ താല്പര്യമുള്ളവർ വാങ്ങി വളർത്താൻ പറ്റിയ കോഴികളാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളിട്ടോ. നമ്മൾ കോഴിയെ വാങ്ങിയ ആളുകളൊക്കെ ഒരു നല്ല കമൻറ്റൊക്കെ തരിട്ടോ. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക. കോഴികളെ ഇനി 4 ഭാഗത്തേക്കും ചിന്നി ചെതറി ഓടി. നമ്മൾ അറിയാത്ത ആൾ ചെന്നപ്പോഴേ അവിടെ ഇവിടെയൊക്കെ പോയി പെട്ട്. എന്നാലും കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു പുറത്തേക്ക് വിട്ടതാണ്, മഴ മാറിയപ്പോൾ നല്ല മഴയല്ലേ. അപ്പോൾ പുറത്തേക്ക് വിട്ടപ്പോൾ കുറേ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറി ഓടി. എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. ഇനി എല്ലാ കാര്യങ്ങളും അവരോട് ചോദിക്കണേ. മുഴുവനായിട്ട് കാണാം. ഞാൻ തൽക്കാലം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.